കുറുവാ സംഘത്തിന്റെ വാർത്തകളിലേക്ക് തന്നെയാണ്. നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന കുറുവാ കള്ളന്മാർ. കുണ്ടന്നൂരിൽ ഇന്നലെ പിടിയിലായ മോഷ്ടാക്കളായ 3 സംഘത്തെ ആലപ്പുഴ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. കുറുവാ സംഘത്തിൽ പെട്ടവരാണെന്ന സംശയത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. കുണ്ടന്നൂർ പരിസരത്തെ ചതുപ്പിൽ ഒളിച്ചിരിക്കുന്നതിനിടയിലാണ് തമിഴ്നാട് സ്വദേശി സന്തോഷ് പിടിയിലായത്. സന്തോഷിനൊപ്പം മണികണ്ഠനും സെൽവനും പിടിയിലായിട്ടുണ്ട്. സന്തോഷിനെ രക്ഷപ്പെടുത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട സംഘവും പിടിയിലായിട്ടുണ്ട്. സന്തോഷ്, സെൽവം മണ്ണഞ്ചേരിയിൽ എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ശരീരത്തിലെ ടാറ്റു പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ പുന്നപ്രയിലെത്തിയത് ഇവരല്ലെന്നാണ് സൂചന. എന്തായാലും 2 ജില്ലകളിലും സാന്നിധ്യം അറിയിച്ചതോടെ കുറുവാ സംഘത്തെ ഭയന്ന് ജീവിക്കുകയാണ് കേരളം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോളും അതോടൊപ്പം ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ ഡാനി പോളിലേക്ക് പോവുകയാണ്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. എത്രയോ ദിവസങ്ങളായിട്ടുള്ള പോലീസിന്റെ പരിശ്രമമാണ്. പക്ഷെ ഏറ്റവും ഒടുവിൽ ഈ സംഘാംഗങ്ങൾ എന്ന് കരുതുന്ന ആളുകളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് സ്ഥിരീകരിക്കാറായിട്ടില്ല ഇവര് കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണോ എന്നുള്ളത്. അങ്ങനെയാണോ? ഇതിനൊരു പൂർണ്ണ സ്ഥിരീകരണം വരേണ്ടതുണ്ട് ആര്യ. കാരണം ഇത് സംബന്ധിച്ച് പോലീസിന് ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറവൂരിൽ മോഷണ സംഘം എത്തിയിരുന്നു. അപ്പോൾ അവരിലേക്കും പൂർണ്ണമായത് കുറുവാ സംഘം എന്ന രീതിയിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും ഇന്നലെ ആ പിടികൂടിയവരിൽ സൂചനകൾ ശക്തമാണ്. കാരണം ഈ സംഘത്തിൽപ്പെട്ടവരാണ് എന്നുള്ളൊരു സൂചനകൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അതിന് ആധികാരികമായ ചില ഉറപ്പുകൾ കൂടി വേണ്ടിവരും. കാരണം ഇവരുടെ ഒരു കഴിഞ്ഞ കാല ചെയ്തികൾ ഇതിന്റെ ഒരു ട്രാക്കിൽ നിന്നുകൊണ്ടാണ് പോലീസ് ഇവരെ ട്രേസ് ചെയ്യും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തത്. എങ്കിലും അതിനൊരു പൂർണ്ണമായ ഒരു സ്ഥിരീകരണം, ഒരു ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേണ്ടി വരുന്നു. 2 ജില്ലകളിൽ ഇവരൊരു സാന്നിധ്യം കണ്ടെത്തിയതോടുകൂടിയാണ് പോലീസ് ഈ സംഘം സംസ്ഥാനത്ത് ഒരു സ്വൈര്യവിഹാരം നടത്തുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് പോലീസിന് തന്നെ ബോധ്യപ്പെടുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടെ കൃത്യമായ രീതിയിൽ തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ജയിലിലായിരുന്നവർ പുറത്തിറങ്ങിയവർ ആരെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്, ഇവരുടെ ഒരു പ്രവൃത്തികളെ ഏത് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തുടങ്ങിയ കാര്യങ്ങൾ ശേഖരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഇന്നലെ പിടികൂടിയ തമിഴ്നാട് സ്വദേശികളിലേക്കെല്ലാം തന്നെ എത്തിയത്. മണികണ്ഠൻ, സന്തോഷ്, സെൽവം തുടങ്ങിയവർക്കെല്ലാം തന്നെ ഇവരുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരാണ്, അല്ലെങ്കിൽ ഇവരിൽ ഈ സംഘാംഗങ്ങൾ തന്നെയാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും അതിനെ കുറച്ചുകൂടി വിശദാംശങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ലഭ്യമാകാനുണ്ട്. ഈ പരിസരത്ത് പക്ഷേ പരിസരവാസികൾ പറയുന്നത്, അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് ഇതുമായി ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും അതിന്റെ ഒരു ആധികാരികത എല്ലാം തന്നെ ഉറപ്പിക്കുകയും ചെയ്യണം. ഇന്നലെ ഈ സംഘം പോലീസ് ഇവിടെ മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്കിടയിലാണ് എല്ലാവരെയും തന്നെ പിടികൂടാനായിട്ട് സാധിച്ചത്. പോലീസിനെ പ്രതിരോധിച്ച് ഇവരുടെ കുടുംബാംഗങ്ങൾ, സ്ത്രീകളടക്കമുള്ളവർ എത്തിയിരുന്നു. ഇതെല്ലാം പോലീസിൽ സംശയം ജനിപ്പിക്കുന്നു. കാരണം ഇവരുടെ ഒരു രീതി എല്ലാം തന്നെ അത് തന്നെയാണ്. ഈ ഇവരുടെ ഒരു തിരുട്ട് ഗ്രാമത്തിൽ ചെന്ന് ഇവരെല്ലാം പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും പലപ്പോഴും സമാനമായ രീതിയിലുള്ള ഈ എതിർപ്പും പ്രതിരോധവും എല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഈ സംഘങ്ങൾ ഇതുപോലെ രക്ഷപ്പെടുന്ന രീതിയും എല്ലാം കണക്കിലെടുത്ത് ഡാനി ഇന്നലെ സംഭവിച്ചതും അല്ലേ? ഈ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയെ പിടികൂടുന്ന സമയത്ത് ഈ സന്തോഷിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്ത്രീകൾ അടങ്ങുന്ന ഒരു സംഘം പോലീസിനെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തപ്പെട്ടിരുന്നു അല്ലെ? പിന്നെ ഒരു സിനിമാ സ്റ്റൈൽ രീതിയിലൊക്കെ അവസാനം പോലീസിന് ഈ സന്തോഷിനെ പിടികൂടേണ്ട ഒരു സാഹചര്യമായിരുന്നു അല്ലെ? അതിസാഹസികമായി തന്നെയാണ് ഈ സംഘാംഗങ്ങൾ എന്ന് സംശയിക്കുന്നവരെ പിടികൂടിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ആര്യ. കാരണം ഇവരെ പിടികൂടിയത് വലിയ രീതിയിൽ പോലീസ് ഇവർക്ക് പിറകെ നടന്നതുകൊണ്ട് തന്നെയാണ്. കുണ്ടന്നൂരിലെ ഈ പ്രദേശം എന്ന് പറയുന്നത് ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ്. പലപ്പോഴും പോലീസിന് ഇവിടെ ലഹരി മാഫിയകൾക്ക് വേണ്ടി അവരുടെ സംഘങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പോലീസ് ഇവിടെ പരിശോധനകൾ നടത്താറുണ്ട്. പക്ഷേ ഈ പരിശോധന അതീവ ദുഷ്കരമാണ്. കാരണം ചെളിയെല്ലാം തന്നെ മുട്ടറ്റം ആ ചെളിയിലേക്കെല്ലാം പോകുന്ന അവസ്ഥയാണ്. അതിലൂടെ ഒരു തെരഞ്ഞു നടക്കുക എന്നെല്ലാം പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കുണ്ടന്നൂർ പാലത്തിന് സമീപമാണ്. ഏതാണ്ട് 4 മണിക്കൂറോളം ഈ രീതിയിലുള്ളൊരു തെരച്ചിലും കാര്യങ്ങളും എല്ലാം തന്നെ വേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ സന്തോഷ് സെൽവം പിടിയിലാകുന്നത്. ഈ സന്തോഷ് സെൽവം ഇതിനകത്ത്
ഈ ഗുണ്ടന്നൂർ പാലത്തിന് സമീപം ടർപോളിൻ വലിച്ചു കെട്ടിയ ടെന്റിനകത്ത് അതിനകത്ത് ഒരു കുഴി ഉണ്ടാക്കി അതിനകത്ത് ആണ് ഇയാൾ കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇയാളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഇയാൾ ഈ സംഘാംഗം തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നത് ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. കാരണം ഒരു സാധാരണ രീതിയിൽ നാടോടികളായി എത്തുന്നവർ ചെയ്യുന്നത് പോലെയല്ല, ഇത് പ്രത്യേകിച്ച് ഒളിച്ചിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ കുറ്റകൃത്യങ്ങളുടെ ഒരു സാഹചര്യം ഉള്ള ഒരാൾ കൂടിയാണിത്. അതുകൊണ്ടാണ് ഇവരെല്ലാം തന്നെയും ഇങ്ങനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. ഇത് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുവരുമ്പോഴാണ് കൈവിലങ്ങുമായി ഇയാൾ ഓടി രക്ഷപ്പെടുന്നത്. അതെല്ലാം കാണിക്കുന്നത് തന്നെയും ഇവര് സ്ഥിരം കുറ്റവാളികളാണ്, ഇവർക്ക് ഇതിന്റെ ഒരു ട്രാക്കിൽ തന്നെയുള്ളവരാണ്. ഇത് ഇവർക്ക് ഇങ്ങനെ പോലീസിനെ കാണുക അല്ലെങ്കിൽ അവരിൽ നിന്ന് വെട്ടിച്ചോടുക ഇതൊന്നും അവരുടെ ഒരു വലിയ വിഷയമായിട്ട് കാണുന്നവർ തന്നെയല്ല. അതുകൊണ്ട് തന്നെ ഈ സംഘങ്ങൾ തന്നെയാണ് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പോലീസ് ഈ നിലവിലുള്ളൊരു സാഹചര്യങ്ങളിൽ വിരൽ ചൂടുന്നത്. പോലീസ് ഇന്നലെ വലിയ രീതിയിൽ തെരച്ചിൽ നടത്തുന്നു. ഫയർഫോഴ്സ് അടക്കം ഇവിടേക്ക് എത്തിയിരുന്നു. സ്കൂബ ടീം അംഗങ്ങളടക്കം ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. വലിയ തിരച്ചിലിനൊടുവിലാണ് ഇവരെ പിടികൂടാനെല്ലാം തന്നെ സാധിക്കുകയും ചെയ്തത്. ഇവരെ വിശദമായ ചോദ്യം ചെയ്യലെല്ലാം ഇന്ന് ആലപ്പുഴയിൽ നടക്കും. കുറെ കൂടി വിശദമായ വിവരങ്ങൾ അതിനുശേഷം എത്തും. ഈ സംഘങ്ങളെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇവിടെ എറണാകുളം ജില്ലയിലെ പറവൂർ കേന്ദ്രീകരിച്ച് ചിലയിടങ്ങളിൽ ഇവിടെ 6-7 വീടുകളിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് എല്ലാം തന്നെ നടത്തിയിരുന്നു. അപ്പോൾ ആ സംഘാംഗങ്ങൾ ഇവർ തന്നെയാണ് എന്നത് കൂടി പോലീസിന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിൽ ഇവിടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ ഒരു സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് ഈ പിടികൂടിയവരുമായിട്ട് ഈ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയവരുടെ വിശദാംശങ്ങളടക്കം ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘവും ഇവിടേക്ക് എത്താനുള്ളൊരു സാധ്യതയുമുണ്ട്. കാരണം ഇതിൽ നിന്ന് ഇവിടെ എത്തിയവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ഗുഡ് മോർണിംഗ്. ആഴ്ചകളായ ആലപ്പുഴയുടെ ഉറക്കം നഷ്ടമായിട്ട് ഏറ്റവും ഒടുവിൽ കുറുവാ സംഘത്തിൽപ്പെട്ടവരെന്ന് സംശയിക്കുന്നവർ പിടിയിലായിട്ടുണ്ട്. പക്ഷേ ഇവർ തന്നെയാണോ ആലപ്പുഴ മേഖലകളിൽ ഈ ആക്രമണം നടത്തുന്നതും മോഷണത്തിനായി എത്തുന്നതും എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല അല്ലെ? പോലീസ് പ്രാഥമികമായി ഇപ്പോൾ പിടികൂടിയവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് നൽകുന്നത്? ആലപ്പുഴയിൽ എത്തിയ ആളുകളിൽ പ്രത്യേകിച്ച് മണ്ണഞ്ചേരിയിൽ എത്തിയവർ ഈ സന്തോഷ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നൽകാനുള്ള വിവരം. അതായത് ആലപ്പുഴയിൽ 3 ഇടങ്ങളിലാണ്, അതായത് മണ്ണഞ്ചേരിയിലും കോമളപുരത്തും ഒപ്പം തന്നെ പുന്നപ്രയിലുമാണ്. പുന്നപ്രയിൽ വിവിധ ഭാഗങ്ങളിലും ഒപ്പം കരിയിലെ കുളകരയിലുമാണ് ഇവരുടെ സാന്നിധ്യം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ മണ്ണഞ്ചേരിയിൽ എത്തിയ ആളുകളും ആലപ്പുഴയിൽ എത്തിയ ആളുകളും തമ്മിൽ, ആലപ്പുഴ പുന്നപ്രയിൽ എത്തിയ ആളുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അന്ന് ഈ ഇവരെ കണ്ട, അതായത് മോഷ്ടാക്കളെ കണ്ട ആളുകൾ ഉൾപ്പെടെയുള്ള സ്ഥിരീകരണം അങ്ങനെയാണ്. കാരണം ഇന്നലെ നമ്മൾ കണ്ട മനോഹരനാണെങ്കിലും അപ്പം തന്നെ മറ്റ് ബിബിൻ എന്ന വ്യക്തി, അതായത് ഈ ഒരു മോഷ്ടാവിൻ്റെ മൂക്കിലിടിച്ച് അയാൾ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബിബിൻ എന്ന ആൾ പറയുന്ന ഒരു വിവരണം വെച്ചിട്ടുമൊക്കെ ഏറെക്കുറെ ഇവരല്ല, ഒരു കുറച്ചുകൂടി പ്രായം ചെയ്ത 2 പേരാണ് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ ഇവർ മറ്റു രീതിയിൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാവുന്ന രീതിയിൽ വന്നതാണോ എന്നറിയില്ല. എങ്കിൽ പോലും മണ്ണഞ്ചേരിയിലെത്തിയ സംഘം ഇവരാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം കണ്ട CCTV ദൃശ്യങ്ങളിൽ കണ്ട ആ 2 പേർ, ഇടവഴികളിലൂടെ ഓടി മറിയുന്ന 2 പേരിൽ ഒരാൾ ഈ മണികണ്ഠുണ്ട് എന്നുള്ള സ്ഥിരീകരണം നമുക്ക് ആയിട്ടില്ല. പക്ഷേ സന്തോഷ് സെൽവം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടുന്ന് ഇവരെ ഐഡന്റിഫൈ ചെയ്ത് പോകുമ്പോൾ ശരീരത്തിൽ പതിച്ച ഒരു ടാറ്റു, അത് കൃത്യമായി പോലീസിനെ ഇത് ശരീരത്തിൽ CCTV ദൃശ്യങ്ങളിൽ നിന്നും അവിടെ വന്ന ഇവരെ കണ്ട ആളുകളുടെ മൊഴിയിൽ നിന്നുമൊക്കെ ശരീരത്തിൽ പതിച്ച ഒരു ടാറ്റുവിനെ സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് സന്തോഷ് സെൽവത്തിന്റെ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏറെക്കുറെ മണ്ണഞ്ചേരിയിൽ എത്തിയത് സന്തോഷ് സെൽവമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇവര് പറവൂരടക്കമുള്ള അല്ലെങ്കിൽ പുന്നപ്ര അടക്കമുള്ള ഇടങ്ങളിൽ എത്തിയവർ ഇവർ തന്നെയാണോ എന്നും
അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഏറെ വൈകിയാണ് അന്വേഷണ സംഘം പ്രതികൾ ഈ കസ്റ്റഡിയിലുള്ള, അതായത് കുറുവ സംഘത്തിന്റെ ഈ മോഷ്ടാക്കൾ എന്ന് സംശയിക്കുന്ന സന്തോഷ് സെൽവവും മണികണ്ഠനും ഒപ്പം അവരുടെ മറ്റു 1-2 പേരെയും കുണ്ടന്നൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത സ്ത്രീകളടക്കമുള്ള 1-2 പേരുമായി അവർ ആലപ്പുഴയിലേക്ക് എത്തുന്നത്. പോലീസ് ക്യാമ്പിലാണ് ഇന്നലെ രാത്രി എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ രാവിലെ അവിടെ നിന്നും പ്രതികളെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. അറസ്റ്റ് ഇതുവരെ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. 10 മണിയോടുകൂടി ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും മണ്ണഞ്ചേരിയിൽ എത്തിയവർ ഇവരാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതേ സമയം തന്നെ ഇപ്പോൾ ഡാനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പറവൂരും ഒപ്പം മറ്റിടങ്ങളിലും ആലപ്പുഴയുടെ മറ്റ് മേഖലകളിലും എത്തിയവരിൽ ഇവരാണോ എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ അങ്ങനെയാണെങ്കിൽ ശരണ്യ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു സംഘം തന്നെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പല മേഖലകളായി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മോഷണവും ആക്രമണവും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് എന്നുള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്നുള്ള, അതായത് 2 പേരാണല്ലോ എല്ലായിടത്തും കയറുന്നതായി കണ്ടിട്ടുള്ളത്. പക്ഷേ അത് എറണാകുളത്തേക്കൊക്കെ പോയപ്പോൾ 2 പേരെന്നുള്ള സംഘത്തിൽ നിന്ന് മാറി ഒരാൾ വീതമായി ആദ്യം മണ്ണഞ്ചേരിയിൽ വിവിധയിടങ്ങളിൽ 2 പേരുടെ സാന്നിധ്യം കണ്ടു, ആലപ്പുഴ നഗരത്തിൽ വിവിധയിടങ്ങളിൽ കണ്ടു, പിന്നീട് ഒറ്റതിരിഞ്ഞുള്ള ആളുകളെ കണ്ടു. അപ്പോൾ എല്ലാവരും ഒരേ ആളുകൾ തന്നെയാണോ എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എറണാകുളത്ത് നിന്ന് വിഷ്വലിൽ കണ്ട ആളുകളും ഇവരുമായി, CCTV ദൃശ്യങ്ങൾ കണ്ട ആളുകളും ഇവരുമായി തന്നെ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 2 പേരുടെയും ചിത്രങ്ങൾ, മണികണ്ഠന്റെയും സന്തോഷ് സെൽവത്തിന്റെയും ചിത്രങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് എറണാകുളത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുണ്ടന്നൂർ പാലത്തിനടിയിൽ ഇവർ കുറേ നാളുകളായി താമസിക്കുന്നുണ്ട്. കൊട്ടവഞ്ചിയിൽ മീൻപിടുത്തം നടത്തി ജീവിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിലാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ അവിടെയുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ സന്തോഷ് എന്നുള്ളത്. അവിടെ ചില ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇവരെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അവിടെ പലയിടങ്ങളിലും പ്രാദേശികമായ നാട്ടുകാരുമായി മദ്യപിച്ച് സംഘർഷമുണ്ടാകുന്ന സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ പക്ഷേ സന്തോഷിന്റെ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ, അതായത് ഡാനി പറഞ്ഞതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന സ്ഥലത്ത് കണ്ട സാഹചര്യങ്ങളൊക്കെ സംശയാസ്പദമാണ്. പോലീസ് കണ്ടിറങ്ങി ഓടിയിട്ടുണ്ട്. ഒപ്പം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അവിടെ ആ ചതുപ്പിലേക്ക് സന്തോഷ് മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സന്തോഷ് ഈ ആക്ടിവിറ്റീസിലുണ്ട് എന്നുള്ള കാര്യത്തിലാണ് പോലീസ് അങ്ങനെ തന്നെ കണക്ക് കൂട്ടിയാണ് പോകുന്നത്. എന്തായാലും അതിന് കുറച്ചുകൂടി സ്ഥിരീകരണം വന്നിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന്. തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത് കുറുവ സംഘാംഗം തന്നെ എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക്, അല്ലെങ്കിൽ ഇവർ തന്നെയാണ് ആലപ്പുഴയിലും മോഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പോലീസ് തന്നെ മാധ്യമങ്ങളെ കണ്ട് നൽകും എന്നുള്ളതാണ് ശരണ്യ റിപ്പോർട്ട് ചെയ്യുന്നത്.